ഈ ആളുകൾക്കൊരു അഭിപ്രായമുണ്ട്, ത്വരീഖത്ത് എന്ന് പറഞ്ഞാൽ നല്ലൊരു കാര്യല്ലേ. അത് ഇപ്പൊ നിങ്ങളെ ഉസ്താദന്മാരൊക്കെ ക്ലാസ് എടുത്ത് പറഞ്ഞു നോക്കുമ്പോൾ വലിയ ഉയർന്ന പദവിയിലുള്ള ഉലമാക്കൾക്കൊക്കെ അതിൽ മുരീദാകാൻ തന്നെ യോഗ്യത ഉണ്ടെന്ന് പറയാൻ പറ്റൂ. നമ്മളെപ്പോലത്തെ കാക്കാമാർക്കും സാധാരണ അവാമുന്നാസിനും ഒന്നും അതിൽ മുരീദാകാൻ പോലും യോഗ്യതയില്ല എന്ന് പറഞ്ഞാൽ അതെന്താ? ഇസ്ലാമിൽ അങ്ങനെ ഉണ്ടോ? ഇസ്ലാം എല്ലാവർക്കും ലളിതല്ലേ, പിന്നെന്താ എന്നൊരു ധാരണ, ഒരു അബദ്ധ ധാരണ ഉണ്ട്. അത് മനസ്സിലാക്കേണ്ട ഒരു വിഷയമുണ്ട് അതിൽ. അതായത് സൂറത്തുൽ വാഖിയയിൽ അല്ലാഹു തആല 3 വഴി പറയുന്നുണ്ട്. അതാണ് അസ്ഹാബുൽ യമീൻ, അസ്ഹാബുൽ ഷിമാൽ, സാബിഖീൻ, ഇങ്ങനെ 3 കൂട്ടർ. അങ്ങനെയാണല്ലോ. വകുന്തും അസ്വാജൻ സലാസ ഫഅസ്ഹാബുൽ മൈമന മാ അസ്ഹാബുൽ മൈമന വഅസ്ഹാബുൽ മശ്അമ മാ അസ്ഹാബുൽ മശ്അമ വസ്സാബിഖൂന സാബിഖൂൻ ഉലൈക്കൽ മുഖറബൂൻ. ഒന്ന് അസ്ഹാബുൽ ഷിമാലിന്റെ വഴി. ആ വഴി ഒരിക്കലും സത്യവിശ്വാസികൾക്ക് ഭൂഷണമല്ല. അസ്ഹാബുൽ ഷിമാലിന്റെ വഴി, അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി നമ്മളൊക്കെയും ആത്മാർത്ഥമായി ശ്രമിക്കുകയും അതോടുകൂടി അള്ളാഹുവിനോട് ദുആ ചെയ്യുകയും വേണം. രണ്ടാമത്തേത് അല്ലെങ്കിൽ അവസാനത്തേത് വസ്സാബിഖൂന സാബിഖൂൻ ഉലൈക്കൽ മുഖറബൂൻ എന്ന് പറയുന്ന മുഖറബീങ്ങളുടെ ത്വരീഖ്. അത് അള്ളാഹു പരിചയപ്പെടുത്തുന്നത് സുല്ലത്തും മിനൽ അവ്വലീൻ വഖലീലും മിനൽ ആഖിരീൻ എന്ന. മുൻഗാമികളായ മഹത്തുക്കളിൽ ധാരാളം അവരുണ്ടെങ്കിലും പിൻഗാമികളിൽ കുറഞ്ഞ ആളുകളെ ഈ വസ്സാബിഖൂന സാബിഖൂൻ എന്ന് പറയുന്ന മുഖറബീങ്ങളിൽ പെടും. അപ്പൊ അതൊരു ന്യൂനപക്ഷത്തിന്റെ വഴിയായിട്ടാണ് മുതഅഖിരീങ്ങൾ, പിൻഗാമികളെ പറ്റി ഖുർആൻ പരിചയപ്പെടുത്തുന്നത്, ന്യൂനപക്ഷത്തിന്റെ വഴി. എന്നാൽ മഹാഭൂരിപക്ഷം വരുന്ന അബ്റാറീങ്ങൾ എന്ന് പറയുന്ന സാധാരണ സത്യവിശ്വാസികളുടെ വഴി അസ്ഹാബുൽ യമീൻ, ആ അസ്ഹാബുൽ യമീന്റെ വഴിയാണ്. അത് അന്നേരം ആലൂരാജി പറഞ്ഞത് അഖീദ ആവശ്യമായ അള്ളാഹുവിനെ പറ്റി, അവന്റെ അംബിയാ മുർസലീങ്ങളെ പറ്റി, മലായിക്കത്തിനെ കുറിച്ച്, അതുപോലെ തന്നെ കിതാബുകള്, ഖിയാമത്ത് നാള്, അള്ളാഹുവിന്റെ ഖദർ തുടങ്ങിയ ഈമാൻ കാര്യങ്ങളെ സാമാന്യമായി മനസ്സിലാക്കി അടിയുറച്ച് സംശയമില്ലാതെ ദൃഢമായി വിശ്വസിക്കുകയും അവനവൻ ചെയ്യേണ്ടതായ നിർബന്ധമായ അമലുകൾ സഹീഹാകാൻ ആവശ്യമായ ഫിഖ്ഹിയായ സാധാരണ അറിവുകൾ പഠിക്കുകയും ഹറാമായ അള്ളാഹു വിരോധിച്ച കാര്യങ്ങളെ സംബന്ധിച്ച് മനസ്സിലാക്കുകയും ചെയ്തുകൊണ്ട് ഒരു മുഅ്മിനായ മനുഷ്യൻ നിർബന്ധമായി അനുഷ്ഠിക്കേണ്ട കാര്യങ്ങൾ പഠിച്ച് അത് അമൽ ചെയ്യുകയും ഹറാമാക്കപ്പെട്ട കാര്യങ്ങൾ മനസ്സിലാക്കി അത് വെടിയുകയും ചെയ്തിട്ട് പിന്നെ സുന്നത്തായ കാര്യങ്ങൾ, അതിന് കുറെ ഉദാഹരണങ്ങൾ ഇന്നലെ ആരൂരാജി പറഞ്ഞു, സുന്നത്തായ കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ട് പോകുമ്പം അസ്ഹാബുൽ യമീൻ എന്ന് പറയുന്ന ആ രീതിയിൽ സാധാരണക്കാരായ മുഅ്മിനീങ്ങളുടെ വഴി അതാണ്. മുഖറബീങ്ങളുടെ വഴിയാവുന്ന വഴിയാണ് നേരത്തെ നമ്മൾ പറഞ്ഞ ത്വരീഖത്തിന്റെ വഴി. അത് എല്ലാവർക്കും പറ്റൂലേ എന്ന് ചോദിച്ചാൽ എല്ലാവരോടും സാധിക്കൂല. പറ്റാൻ എല്ലാവർക്കും നല്ലത് തന്നെയാണ്, സാധിക്കുമെങ്കിൽ. അവനോട് സാധിക്കാത്തതിലേക്ക് പോയാൽ ചിലപ്പോൾ ഉള്ളതും പോവുകയാണ് ചെയ്യുക. ഉദാഹരണം പറഞ്ഞ് വിശദീകരിക്കാനൊന്നും ഇപ്പൊ സമയമില്ല, അത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വിഷയമാണ്. അതായത് ഇപ്പൊ നമ്മള് 1ാം ക്ലാസ്സിൽ കുട്ടികളെ കൊണ്ടുപോയി ചേർത്തുന്നു. 100 കുട്ടികളുള്ള ഒരു സ്കൂൾ എന്ന് വെക്കാം. അതിങ്ങനെ പോയി 2ലെത്തി, 3എത്തി, 5എത്തി, 7എത്തി, അങ്ങനെ 9എത്തി, 10ാം ക്ലാസ് പാസ്സായി വരുമ്പോഴേക്ക് 100 കുട്ടികളുള്ളത് ഒരു 75 ആയി ചുരുങ്ങി. അവിടുന്ന് +2 കഴിഞ്ഞ് ജയിക്കുമ്പോഴേക്ക് അതൊരു 60 പിന്നെ ചുരുങ്ങി. അപ്പൊ 100 കുട്ടികൾ തുടങ്ങി +2 കഴിഞ്ഞപ്പോഴേക്ക് 60. ഈ 60 കുട്ടികൾ അല്ലെങ്കിൽ 70 കുട്ടികൾ +2 കഴിഞ്ഞു. +2 കഴിഞ്ഞ ഈ കുട്ടികൾക്ക് തിരഞ്ഞെടുക്കാൻ പല വഴികളുമുണ്ട്. അതിൽ ഒരു 5% ആളുകൾ മെഡിസിന്റെ എൻട്രൻസ് എഴുതുന്നു. അതുപോലെ ഒരു 7-8% ആളുകൾ എഞ്ചിനീയറിംഗിന്റെ മെഡിസിൻ എഴുതുന്നു.
അല്ല എഞ്ചിനീയറിംഗിന്റെ എൻട്രൻസ് എഴുതുന്നു. അവരിൽ നിന്ന് പാസ്സായി യോഗ്യത നേടി വരുന്ന ചിലപ്പം 3-4% കുട്ടികൾ മെഡിസിന് പഠിക്കാൻ, അതല്ലെങ്കിൽ എഞ്ചിനീയറിംഗിന് പഠിക്കാൻ യോഗ്യത നേടുന്നു. ഇപ്പൊ 100 കുട്ടികൾ ഒന്നിച്ച് 1ാം ക്ലാസ്സിൽ ചേർന്ന കുട്ടികളുടെ കൂട്ടത്തിൽ നിന്ന് 10ൽ താഴെ കുട്ടികളാണ്, അല്ലെങ്കിൽ 10 കുട്ടികളിൽ ഉൾക്കൊള്ളുന്ന കുട്ടികളാണ് എഞ്ചിനീയറിംഗിനും ഡോക്ടർ ഭാഗം പഠിക്കാനും യോഗ്യത നേടുന്നത്. അപ്പൊ നമ്മൾ ചോദിക്കുക, ഈ 100 കുട്ടികൾക്കും എന്താ ഡോക്ടർ ആയിക്കൂടെ? ആവുന്നതിന് തെറ്റില്ല. പക്ഷെ യോഗ്യത ഉള്ളവർക്ക് അവിടെ എത്താൻ കഴിയുള്ളൂ. അല്ലാത്തൊരു മെനക്കെട്ട അവസാനം എന്തെങ്കിലും ഒരു സാധാരണ BA എന്നെങ്കിലും പാസ്സായി വല്ല ഒരു ജോലി അന്വേഷിക്കുന്ന അവസ്ഥയും കൂടി നഷ്ടപ്പെടുകയാണ് ചെയ്യുക. മനസ്സിലായില്ലേ? ഇനി അവിടുന്ന് പിന്നെയും പോയി ഇങ്ങനെ ഡോക്ടർമാരായും എഞ്ചിനീയർമാരായും അല്ലാതെ ബിരുദങ്ങളും ബിരുദാനന്ദ ബിരുദങ്ങളും ഒക്കെ നേടിയ ആളുകളിൽ നിന്ന് IAS, IPS തുടങ്ങിയ നാഷണൽ സ്കീമിലുള്ള ഉയർന്ന റാങ്കുകളിലേക്കുള്ള പരീക്ഷയ്ക്ക് ഈ ബിരുദങ്ങളൊക്കെ കിട്ടിയ കുട്ടികളിൽ പെട്ട 100 കുട്ടികളുണ്ടെങ്കിൽ അതിൽ നിന്നുള്ള ഒരു 5 കുട്ടികൾ അല്ലെങ്കിൽ 10 കുട്ടികൾ IAS അല്ലെങ്കിൽ IPS തുടങ്ങിയ റാങ്കുകളിലേക്കുള്ള എൻട്രൻസിന് ശ്രമിക്കുകയും ആ എൻട്രൻസിൽ ഒരു 15-20% കുട്ടികൾ കരകയറി പിന്നീട് അവര് 3 കൊല്ലത്തെ കഠിനമായ പരിശീലന പ്രക്രിയകൾ പൂർത്തിയാക്കി പരീക്ഷ വിജയിച്ചു വരുമ്പോ നേരത്തെ IAS കിട്ടിയ കുട്ടി നേരത്തെ 1ാം ക്ലാസ്സിൽ 100 കുട്ടികൾ ചേർന്നതിൽ ഒന്നുപോലും ഉണ്ടാവില്ല. ഇതിപ്പോ ഭൗതികമായി നമ്മളുടെ നാട്ടിലെ നിയമങ്ങൾ അനുസരിച്ച് പഠിച്ച് യോഗ്യത നേടി ഒരു സ്റ്റാൻഡേർഡിൽ എത്താനുള്ള സാമാന്യമായ അനുഭവജ്ഞാനമാണെങ്കിൽ റബ്ബിന്റെ ഹദറത്തിൽ പരലോകത്തിന്റെ ചക്രവർത്തിമാരാകാൻ, സ്വർഗത്തിലെ രാജാക്കന്മാരാവാൻ, അവരുടെ നേതൃസ്ഥാനത്ത് എത്താൻ വേണ്ടിയിട്ടാണ് വസ്സാബിഖൂന സാബിഖൂൻ ഉലൈക്കൽ മുഖറബൂൻ എന്ന് പറയുന്ന ഭാഗം അന്വേഷിക്കും. അപ്പൊ ഈ സാധാരണക്കാരായ അല്ലെങ്കിൽ നമ്മളെ പോലത്തെ ഇടത്തരക്കാരായ ആളുകൾ നമ്മുടെ അടിസ്ഥാന യോഗ്യത ശരിയാക്കി അങ്ങനെ അസ്ഹാബുൽ യമീനായി പോയാൽ നരകത്തിൽ നിന്ന് രക്ഷപ്പെടും, സ്വർഗത്തിലെത്തും, നിത്യസുഖം അനുഭവിക്കാൻ സ്വർഗലോകത്ത് സൗഭാഗ്യം ലഭിക്കും. അത് സാധാരണക്കാരുടെ യോഗ്യതയാണ്. എന്നാൽ മുഖറബീങ്ങളുടെ യോഗ്യത നേടാൻ പ്രാപ്തിയുള്ള മഹായോഗ്യരായ ഉലമാക്കൾ, ആ ഉലമാക്കൾ തന്നെ എല്ലാവരും അല്ല, വലിയ ഉയർന്ന ഉലമാക്കൾ, അവര് തന്നെ അനുയോജ്യരായ തെർബിയത്തിന് പറ്റുന്ന മശായിഖന്മാരെ കണ്ടെത്തി സൗഭാഗ്യം ലഭിച്ചു. അവരുമായി ബന്ധപ്പെട്ട് അവരുടെ പ്രത്യേക കോച്ചിങ്ങിന്റെ കീഴിൽ നിശ്ചിത കോഴ്സ് പൂർത്തിയാക്കി ടെസ്റ്റിൽ വിജയിച്ചെത്തുന്ന ആളുകളാണ് ത്വരീഖത്തിൽ ഷെയ്ഖാകുന്നതല്ല, ശരീഖത്തിൽ മുരീദാകുന്നത്. അപ്പൊ അതിനുള്ള യോഗ്യത ഉള്ളവർക്ക് അതാവാം, പക്ഷെ സാധാരണക്കാരനോട് അതാവില്ല. അതുകൊണ്ടാണ് അത്തരക്കാരായ ആളുകളെ പറ്റി മഹാനായ ഗസാലി ഇമാം റളിയല്ലാഹു തആല അൻഹു തങ്ങൾ പറഞ്ഞത്, എന്ത് ചെയ്യാ വേണ്ടത്? ദീനിൽ ഈമാനിയായ കാര്യങ്ങളൊക്കെ അഖീദ അടിയുറച്ച് വിശ്വസിച്ച് നിത്യജീവിതത്തിൽ അത്യാവശ്യമായ ഫർളായ കാര്യങ്ങൾ അനുഷ്ഠിക്കാൻ വേണ്ട സാമാന്യ അറിവ് നേടി അവന്റെ ഇബാദത്തുമായിട്ട് നടക്കുക, ബാക്കി അവന്റെ ജീവിത മാർഗത്തിലെ ഹലാലായ റിസ്ക് തേടുന്ന ഏർപ്പാടുമായിട്ട് ബന്ധപ്പെടലാണ് അത്തരക്കാർക്ക് ഖൈറ് എന്ന് ബഹുമാനപ്പെട്ട ഇമാം ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ പഠിപ്പിച്ച കാര്യം സൂചിപ്പിച്ചുകൊണ്ട്, അപ്പൊ എല്ലാവർക്കും ഓടിച്ചെന്ന് കയറാൻ പറ്റുന്ന ഒരു ചാഞ്ഞ മരമല്ല ത്വരീഖത്ത്. അതതിന് പ്രത്യേക യോഗ്യതയുള്ള, പ്രത്യേകമായ അഹ്ലിയത്ത് അർഹതയുള്ള ആളുകൾക്ക് മാത്രം യോഗ്യരായ ശേഖന്മാരെ കിട്ടുമ്പോൾ അവര് ടെസ്റ്റ് ചെയ്ത് യോഗ്യരാണെന്ന് ബോധ്യപ്പെടുന്ന സമയത്ത് മുരീദാവാൻ
അങ്ങനെ ത്വരീഖത്തിൽ പ്രവേശിക്കാൻ ഭാഗ്യം ലഭിക്കുകയാണെങ്കിൽ അതൊരു വലിയ സൗഭാഗ്യമാണ്. അങ്ങനെയുള്ള ഭാഗ്യം ലഭിച്ചവരെ ബഹുമാനിച്ചും സ്നേഹിച്ചും ജീവിച്ചാൽ തന്നെ നമ്മൾ അസ്ഹാബുൽ യമീനിൽ ഉറച്ചു നിൽക്കും. ആ രീതിയിൽ നമ്മളെ ആഖിറം അല്ലാഹു തആല സലാമത്താക്കി തരുമാറാകട്ടെ എന്ന് ഇന്നലെ ആലൂർ രാജി പറഞ്ഞ വിഷയത്തിന് ഒരു ആമുഖം പറഞ്ഞതാണ്. വളരെ ഫലപ്രദമായിരുന്നു ഇന്നലത്തെ ആലൂർ രാജിന്റെ ആ ചർച്ച. അപ്പൊ നമ്മൾ ചെയ്യേണ്ടത് ആലൂർ രാജി ഇന്നലെ പറഞ്ഞതുപോലെ ഫർളായ ഇബാദത്തൊക്കെ ബാത്തിലാകാത്ത നിലക്ക് ചെയ്യാനുള്ള ഇൽമ പഠിച്ച് അത് ചെയ്തുകൊടുക്കുക. കഴിയുന്നത്ര സുന്നത്തായ അമലുകൾ ചെയ്യുക. അങ്ങനെയാണ് പോയാൽ അസ്ഹാബുൽ യമീൻ രക്ഷപ്പെടും. അല്ലാഹു തആല നമ്മളെയൊക്കെ സലാമത്താക്കി തരുമാറാകട്ടെ.